എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതും റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം വിദ്യാർത്ഥികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഈ വർഷത്തെ +1 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് ജൂൺ 10-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ വർഷം ജൂൺ 15-ാം തീയതിയായിരുന്നു ഈ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യാറുള്ളത്. സാധാരണ വിദ്യാഭ്യാസ മന്ത്രിയല്ല ഈ ഒരു +1 റിസൾട്ട് പ്രഖ്യാപിക്കാറ്. സാധാരണ ഈ ഒരു വെബ്സൈറ്റിൽ ഈ റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്യുക. അപ്പോൾ kerala-results.nic.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +1 പബ്ലിക് എക്സാമിനേഷൻ റിസൾട്ട് അറിയാൻ സാധിക്കും. റിസൾട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ DHSE ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2024 എന്നും VHSE ഫസ്റ്റ് ഇയർ റിസൾട്ട്സ് 2024 എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്കുകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. നിങ്ങളുടെ റോൾ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ടും സ്കൂൾ വൈസ് റിസൾട്ട് അറിയാനായിട്ട് സൈഡിലുള്ള സ്കൂൾ വൈസ് റിസൾട്ട് എന്നുള്ള ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്കൂളിൻ്റെ കോഡ് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്കൂൾ വൈസ് റിസൾട്ടും അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വർഷത്തെ ഈ ഒരു +1 പരീക്ഷാഫലം വിദ്യാർത്ഥികൾക്ക് ജൂൺ 10-ാം തീയതിയോടെ അറിയാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഉള്ള സമയത്തായിരിക്കും ഈ ഒരു റിസൾട്ട് സാധാരണഗതിയിൽ വരിക. നിലവിൽ ഈ ഒരു ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളത് വന്നിട്ടില്ല. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു റിസൾട്ട് വരുന്നതായിരിക്കും. കാരണം ഈ ഒരു +2 റിസൾട്ട് നേരത്തെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ +1 റിസൾട്ടും നേരത്തെ തന്നെ പ്രസിദ്ധീകരിക്കാനാണ് സാധ്യത. അപ്പോൾ വിദ്യാർത്ഥികൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 60-ൽ നിങ്ങൾക്ക് ഈ ഒരു അതായത് 6 മാർക്ക് അതായത് 18 മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതായത് 60-ൽ 18 മാർക്ക് ജയിക്കാനുള്ളത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. 80 മാർക്കിൻ്റെ വിഷയത്തിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 24 മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഇതാണ് ഓരോ വർഷവും വേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മിനിമം മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾ +2-ലേക്കാണ് പോവുക. അതിനുശേഷം +2 കഴിയുന്ന സമയത്ത് ഈ ഒരു +1-ൽ കുറഞ്ഞ മാർക്ക് കൂടി +2 പരീക്ഷയിൽ വാങ്ങിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ മാർച്ചിലാണ് നിലവിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. സാധാരണ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഈ ഒരു +1 പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അങ്ങനെ വല്ല മാറ്റം വരികയാണെങ്കിൽ നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതായിരിക്കും. അതുപോലെ സ്കൂളിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു വിവരം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് ഈ ഒരു മിനിമം മാർക്കായിട്ടുള്ള 60-ൽ 18 അല്ലെങ്കിൽ 80-ൽ 24 മാർക്കോ നിങ്ങൾക്ക് നേടാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. അങ്ങനെ നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം +2 ക്ലാസ് എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പഠിക്കുക. അതായത് ഓരോ ക്ലാസ് എടുക്കുന്ന സമയത്തും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തരുന്ന നോട്ട്സും അതുപോലെ തന്നെ എന്താണ് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കുക. കാരണം നിങ്ങൾക്ക് പിന്നീട് അതായത് നിങ്ങൾക്കിപ്പോൾ പ്രതീക്ഷിച്ച മാർക്ക് ലഭിച്ചിട്ടില്ല, അതായത് പ്രതീക്ഷിച്ച മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഒരു റീവാലുവേഷനായിട്ട് നിങ്ങൾ അപേക്ഷിക്കുക. അഥവാ റീവാലുവേഷനിൽ നിങ്ങൾ പ്രതീക്ഷിച്ച അതായത് ജയിക്കാത്തൊരു വിഷയവും ചിലപ്പോൾ നിങ്ങൾക്ക് അതായത് പ്രതീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇത്ര മാർക്ക് ലഭിക്കുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് 18-ന് പകരം ഒരു 10 മാർക്കേ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനൊക്കെ അപേക്ഷിക്കാം. 10% മാർക്ക് കൂടുകയാണെങ്കിലാണ് റീവാലുവേഷൻ അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് അടച്ച പൈസ തിരിച്ചു കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്കൊന്നും കിട്ടിയിട്ടില്ല, അതായത് കൂടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം +2 പരീക്ഷയിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക്, അതായത് ഒരു 30-40 മാർക്കൊക്കെ വാങ്ങിക്കാനായിട്ട് ആ ഒരു രീതിയിൽ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് പല വിദ്യാർത്ഥികളും +1-ൽ ജയിച്ചിട്ടില്ലെങ്കിൽ കൂടി +2-ന് ജയിക്കാറുണ്ട്. അതായത് ഡബിൾ പാസ് മാർക്കൊക്കെ +2-ന് വാങ്ങിച്ച് ജയിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ചില വിദ്യാർത്ഥികൾ ആണെങ്കിൽ +1-ൽ ഫെയിൽഡായി കഴിഞ്ഞാലും +2-ൽ മിനിമം മാർക്ക് മാത്രം വാങ്ങിച്ച് ജയിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഓവറോൾ നോക്കുന്ന സമയത്ത് ആ ഒരു +2-ലെ സബ്ജക്റ്റ് അതായത് ടോട്ടൽ സബ്ജക്റ്റ് ഫെയിൽഡ് ആവും. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു +1-ൻ്റെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് 18 അല്ലെങ്കിൽ 24 മാർക്കോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ആദ്യം ചെക്ക് ചെയ്യുക. അത് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് ഉദാഹരണത്തിന് 12 മാർക്ക് ഈ ഒരു 60-ൽ കിട്ടിയിട്ടുള്ളൂ എന്ന് കരുതുക കെമിസ്ട്രിയിൽ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്കിയുള്ള 6 മാർക്കിൻ്റെ കുറവുണ്ട്. അപ്പോൾ 6 മാർക്കിൻ്റെ കുറവ്, അതായത് 18-ഉം ഈ ഒരു 6 മാർക്ക് കുറവും കൂട്ടുമ്പോൾ 24 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 24 മാർക്ക് അടുത്ത +2 പരീക്ഷയിൽ വിദ്യാർത്ഥികൾ വാങ്ങിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്
ചെയ്യേണ്ടത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, അതായത് ഈ ഒരു മിനിമം മാർക്ക് +1 കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ +2 നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അഥവാ നിങ്ങൾ ഈ ഒരു +2നും നിങ്ങൾക്ക് വേണ്ട മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കാതെ വരികയാണെങ്കിൽ പിന്നീട് സേ പരീക്ഷയൊക്കെ എഴുതിയിട്ട് നിങ്ങൾ ജയിക്കേണ്ടതായിട്ട് വരും. പല വിദ്യാർത്ഥികളും സേ പരീക്ഷ എഴുതിയാലും ജയിക്കാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. കാരണം പല വിദ്യാർത്ഥികളും പഠിക്കാതെയൊക്കെയാണ് സേ പരീക്ഷയൊക്കെ എഴുതാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ജസ്റ്റ് പോയിട്ട് എഴുതി കഴിഞ്ഞാൽ ജയിക്കുമെന്നുള്ളൊരു വിചാരത്തിൽ പോയിട്ട് പരീക്ഷയൊക്കെ എഴുതുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അങ്ങനെ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ജയിക്കുകയൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അഥവാ +1 നിങ്ങൾക്ക് മിനിമം മാർക്ക് നേടാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി അതിൽ വിഷമിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് +2 ഓരോ ക്ലാസ്സും നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് ഈ ഒരു +2 പരീക്ഷയിൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക്, അതായത് +2 നിങ്ങൾ ഇപ്പോൾ +1 ഒരു വിദ്യാർത്ഥി മികച്ച മാർക്ക് ലഭിച്ചിട്ടില്ല എന്ന് കരുതി ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് +2 നല്ലൊരു മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ്, അതുപോലെ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡ്, അതായത് നീറ്റ് പരീക്ഷയൊക്കെ എഴുതുന്നതിനും അതുപോലുള്ള ഹയർ കോഴ്സുകളിലേക്കുള്ള പ്രവേശനവും നിങ്ങൾക്ക് കൂടുതൽ എളുപ്പത്തിന് ആക്കുന്നത് +2 മാർക്ക് മാത്രമാണ്. +1 പരിഗണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, +1 റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ റീവാലുവേഷൻ അപേക്ഷിക്കുക. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു മിനിമം ആയിട്ടുള്ള 18 അല്ലെങ്കിൽ 24 കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നന്നായിട്ട് ഈ ഒരു +2 പരീക്ഷയ്ക്കായിട്ട് ഓരോ ക്ലാസ് എടുക്കുന്ന സമയത്തും കൃത്യമായിട്ട് മനസ്സിലാക്കുകയും സംശയമുണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിച്ച് ആ ഒരു സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യുകയും, അതുപോലെ തന്നെ ഓരോ ക്ലാസ് എടുത്ത ശേഷം നിങ്ങൾ വീട്ടിൽ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് നന്നായിട്ട് പഠിക്കുകയും അതിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് ഉറപ്പായിട്ടും +2 ജയിക്കുന്നതിനും അതുപോലെ തന്നെ തുടർ പഠനത്തിന് പോകുന്നതിനും സാധിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മിനിമം ഒരു 60% അല്ലെങ്കിൽ 70% മാർക്കെങ്കിലും നിങ്ങൾ മിനിമം ഈ ഒരു +2 പരീക്ഷയിൽ ഓവറോൾ വാങ്ങിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ +1 നിങ്ങളെക്കൊണ്ട്, അതായത് പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ജയിച്ചിട്ടില്ല, അതായത് മിനിമം മാർക്ക് സ്കോർ ചെയ്തിട്ടില്ല എന്ന് കരുതി വിദ്യാർത്ഥികൾ ഒട്ടും പേടിക്കേണ്ടതില്ല. പക്ഷേങ്കിൽ +2 നന്നായിട്ട് പഠിച്ച് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന മാക്സിമം സ്കോർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഡബിൾ പാസ് മാർക്കിൽ അധികം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ റിസൾട്ട് ഏകദേശം ജൂൺ 10-ാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ +1 ജയിക്കുക അല്ലെങ്കിൽ തോൽക്കുക എന്നുള്ള കാര്യമില്ല, ജസ്റ്റ് ഒരു മിനിമം മാർക്ക് നേടുക എന്നുള്ളത് മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.